Good morning to all. In the last class we were discussing about the Dirac notations in quantum mechanics. So നമ്മൾ പറഞ്ഞു ഒരു quantum mechanical system, the state of a quantum mechanical system is usually represented as a ket vector. അപ്പോൾ നമ്മൾ ഒരു കെറ്റ് സൈ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ഫോർ എവറി കെറ്റ് വെക്ടർ ദർ എക്സിസ്റ്റ് എ ബ്രാ വെക്ടർ ഇൻ ഇറ്റ്സ് ഡ്യുവൽ സ്പേസ്. നമ്മളൊരു കെറ്റ് വെക്ടറിൽ നിന്നും ഒരു വെക്ടർ എലമെൻറ്റ് സൈയെ നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഒരു ഡ്യുവൽ എലമെൻറ്റ് ബ്രാ വെക്ടർ സൈ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? അതിൻ്റെ ഡ്യുവൽ സ്പേസിലുണ്ടാവും എന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ കെറ്റ് വെക്ടർ അതുപോലെ തന്നെ ബ്രാ വെക്ടറൊക്കെ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ ഡിറാക് നൊട്ടേഷൻ അനുസരിച്ച് എങ്ങനെയാണ് സ്കെയിലാർ പ്രോഡക്റ്റ് റെപ്രസെൻ്റ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. സോ എന്താണ് ഈ പറഞ്ഞ സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കെയിലാർ പ്രോഡക്റ്റിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ഫിസിക്കൽ മീനിങ് ഓഫ് സ്കെയിലാർ പ്രോഡക്റ്റ്? ഫിസിക്കൽ മീനിങ് ഓഫ് സ്കെയിലാർ പ്രോഡക്റ്റ്. ഓക്കെ, നമ്മൾ ലീനിയർ വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ലീനിയർ വെക്ടർ സ്പേസിന് ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ 3 ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസിലെ രണ്ട് വെക്ടറുകൾ എയും ബിയും എന്ന് പറയുന്ന രണ്ട് വെക്ടറുകൾ നമ്മൾ എടുക്കുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും സ്കെയിലാർ പ്രോഡക്റ്റ് തന്നെയാണ്. So if you are taking the scalar product of two vectors a and b, എന്താണ് ഇതിൻ്റെ മീനിങ്? So here a dot b represents the projection of b on a. അപ്പോൾ b എന്ന് പറയുന്ന വെക്ടറിൻ്റെ എയിലുള്ള പ്രൊജക്ഷനെയാണ് a dot b റെപ്രസെൻ്റ് ചെയ്യുന്നത്. So a dot b represents the projection of vector b on vector a. ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ബി ഓൺ വെക്ടർ എ ആണ്. അപ്പോൾ ഈ പറഞ്ഞ എ ഡോട്ട് ബി എന്ന് പറയുന്ന നമ്മുടെ സാധാരണ വെക്ടറുകളുടെ സ്കെയിലാർ പ്രോഡക്റ്റിൻ്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊജക്ഷൻ ഓഫ് വൺ വെക്ടർ ഓൺ ദി അതർ എന്നുള്ളതാണ്. നമുക്കിത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സം ഫൈ വിത്ത് സൈ എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സോ ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഫൈ വിത്ത് സൈ represents the probability amplitude represents the probability amplitude that the system's state psi will after a measurement is performed on the system be found to be in another state phi. അതായത് കാര്യം ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഒരു സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സൈ ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റിനെ സൈ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഈ സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെഷർമെൻറ്റ് നമ്മൾ നടത്തുക. ഓക്കെ, സോ നമുക്കറിയാം ഇൻ ക്വാണ്ടം മെക്കാനിക്സ് എ മെഷർമെൻറ്റ് ക്യാൻ ഇറ്റ് സെൽഫ് ഡിസ്ട്രോയ് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു സിസ്റ്റത്തിൽ ഒരു മെഷർമെൻറ്റ് നടത്തുമ്പോൾ ആ മെഷർമെൻറ്റ് കൊണ്ട് തന്നെ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു മെഷർമെൻറ്റ്, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൽ നമ്മളൊരു മെഷർമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആ മെഷർമെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റേറ്റ് കിട്ടുന്നു. ആ ഒരു സ്റ്റേറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബിഫോർ മെഷർമെൻറ്റ് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമുക്കിപ്പോൾ കിട്ടിയ സ്റ്റേറ്റ് ആണെന്നോ ആഫ്റ്റർ മെഷർമെൻറ്റ് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയ സ്റ്റേറ്റ് ആകണമെന്നോ നിർബന്ധമില്ല. കാരണം ദാറ്റ് മെഷർമെൻറ്റ് ക്യാൻ ഇറ്റ് സെൽഫ് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി സൈ എന്ന് പറയുന്ന സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെഷർമെൻറ്റ് നടത്തിയാൽ ഇറ്റ് ക്യാൻ സ്വിച്ച് ഓവർ ടു സം അതർ സ്റ്റേറ്റ്. അത് മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് മാറാം. അങ്ങനെ സൈ എന്ന് പറയുന്ന സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നമ്മളൊരു മെഷർമെൻറ്റ് നടത്തുമ്പോൾ
അത് ഫൈ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ പ്രോബബിലിറ്റിയുടെ അളവിനെ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ എന്ന് പറയുന്നത്. സപ്പോസ് ഈ സൈ എന്ന് പറയുന്ന സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സിസ്റ്റം മെഷർമെൻറ്റ് നടത്തി കഴിയുമ്പോൾ നമ്മൾ ഫൈ പറഞ്ഞു. ഇതേപോലെ ഞാൻ മറ്റൊരു സ്റ്റേറ്റ് എടുക്കുകയാണ്, കൈ എന്ന് പറയുന്ന വേറൊരു സ്റ്റേറ്റ് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് കൈ വിത്ത് സൈ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ സൈ എന്ന് പറയുന്ന ഇനീഷ്യൽ സ്റ്റേറ്റിലിരിക്കുന്ന ഈ സിസ്റ്റം ഒരു മെഷർമെൻറ്റ് നടത്തി കഴിയുമ്പോൾ ഈ കൈ എന്ന് പറയുന്ന ഫൈനൽ സ്റ്റേറ്റിലേക്ക് മാറാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ളതാണ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് കൈ വിത്ത് സൈ എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ പറഞ്ഞ ഡിറാക് നൊട്ടേഷൻ അനുസരിച്ച് സ്കെയിലാർ പ്രോഡക്റ്റിൻ്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത്. So the scalar product represents the probability that the system's state after a measurement is performed to be found in some another state. Okay, so ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ സ്കെയിലാർ പ്രോഡക്റ്റിൻ്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. നൗ നമ്മൾ ഇത്രയും നേരം ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഇപ്പോഴൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ സ്കെയിലാർ പ്രോഡക്റ്റ് അതുപോലെ തന്നെ കെറ്റ് ആൻഡ് ബ്രാ നൊട്ടേഷനുമായി ബന്ധപ്പെട്ട് ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്, ഒരു പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ കൺസിഡർ എ കെറ്റ് വെക്റ്റർ സൈ ഈസ് ഈക്വൽ ടു സം 3i phi1 മൈനസ് 7i phi2 ആൻഡ് this chi is equal to minus phi1 plus this 2i phi2 where phi1 and phi2 are orthonormal. Ket phi1 and ket phi2 are orthonormal. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ്. കാൽക്കുലേറ്റ് ദിസ് കെറ്റ് വെക്റ്റർ സൈ പ്ലസ് കൈ ആൻഡ് ബ്രാ വെക്റ്റർ സൈ പ്ലസ് കൈ. ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് കാൽക്കുലേറ്റ് scalar product psi chi and scalar product chi psi and are they equal? അത് സെയിം ആയിരിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നൗ സി പാർട്ട് എന്ന് പറയുന്നത് ഷോ ദാറ്റ് ദിസ് കെറ്റ് വെക്റ്റർ psi and കെറ്റ് വെക്റ്റർ chi satisfy Schwarz inequality. Schwarz inequality. And the fourth question is show that this ket vector psi and ket vector chi satisfy triangular inequality or triangle inequality. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സൈ എന്ന് പറയുന്നത് കെറ്റ് വെക്റ്റർ സൈ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 3i phi1 മൈനസ് 7i phi2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കെറ്റ് വെക്റ്റർ കൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈനസ് ഓഫ് phi1 പ്ലസ് 2i phi2 ആണ്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ പറഞ്ഞ phi1ഉം phi2 അല്ലെങ്കിൽ കെറ്റ് വെക്റ്റർ phi1 കെറ്റ് വെക്റ്റർ phi2 എന്ന് പറയുന്നത് എന്താണ്? അത് തീർച്ചയായും നമ്മുടെ ബേസ് വെക്റ്റേഴ്സാണ്. നമുക്കറിയാം ഒരു വെക്റ്റർ സ്പേസിൽ ബേസ് വെക്റ്ററുകളുടെ ടേംസിലാണ് ആ സ്പേസിലുള്ള ഒരു വെക്റ്ററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ 3 ഡയമെൻഷണൽ യൂക്ലീഡിയൻ സ്പേസ് എടുത്താൽ i j k എന്ന് പറയുന്നതാണ് അവിടുത്തെ ബേസ് വെക്റ്റേഴ്സ്. ഇൻ ടേംസ് ഓഫ് i j k ആണ് നമ്മൾ അതിലുള്ള ഏതൊരു വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 3i പ്ലസ് 4j മൈനസ് 5k എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് i j ആൻഡ് k നമുക്ക് ആ സ്പേസിലുള്ള ഏതൊരു വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. അതേപോലെ നമ്മളിവിടെ എടുക്കുന്ന ഈ സ്പേസിലെ ബേസ് വെക്റ്റേഴ്സാണ് phi1 phi2. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കെറ്റ് വെക്റ്റർ സൈ ഈസ് ഈക്വൽ ടു 3i phi1 മൈനസ് 7i phi2 എന്ന് എഴുതുമ്പോൾ സൈ എന്ന് പറയുന്ന വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ phi1ൻ്റെയും phi2ൻ്റെയും ടേംസിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ദിസ് phi1 ആൻഡ് phi2 ആർ ദ ബേസ് വെക്റ്റേഴ്സ്. അതാണ് ബേസ് വെക്റ്റേഴ്സ്. അതേപോലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഈ phi1ഉം phi2 എങ്ങനെയാണ് ഓർത്തോനോർമൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദേ ആർ ഓർത്തോഗണൽ പ്ലസ് നോർമലൈസ്ഡ് ആണ്. നോ വി ആർ മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കെറ്റ് വെക്റ്റർ സൈ പ്ലസ് കൈ കാണാനാണ്.
കെറ്റ് വെക്റ്റർ സൈ പ്ലസ് കൈ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ദിസ് ഈസ് കെറ്റ് വെക്റ്റർ സൈ പ്ലസ് കെറ്റ് വെക്റ്റർ കൈ ആണെന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഇതിനെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതായത് 3i∅1 മൈനസ് 7i∅2 ഓക്കെ പ്ലസ് മൈനസ് 5 1 പ്ലസ് 2i∅2 വരും. ഇവിടെ നിന്ന് എനിക്ക് കെറ്റ് 5 വരുന്നതിനെ ഞാൻ ഒന്നിച്ചെടുക്കുന്നു. അപ്പം ഈ രണ്ട് ടേമുകൾ ആഡ് ചെയ്യുന്നു. ഈ രണ്ട് ടേം ആഡ് ചെയ്യുമ്പോൾ ഇതെന്ത് വരും? 3i മൈനസ് 1 ഇൻറ്റു 5 1 ഓക്കെ 3i മൈനസ് 1 ഇൻറ്റു 5 1 എന്ന് വരും. അതേപോലെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് മൈനസ് 7i∅2 പ്ലസ് 2i∅2 രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി മൈനസ് 5i∅2 എന്ന് വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കെറ്റ് വെക്റ്റർ സൈ പ്ലസ് കൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ബ്രാ വെക്റ്റർ സൈ പ്ലസ് കൈ ആണ്. ഓക്കെ, ബ്രാ വെക്റ്റർ സൈ പ്ലസ് കൈ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു കെറ്റ് വെക്റ്ററിനെ നമ്മളൊരു മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ ബ്രാ വെക്റ്റർ കാണാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് കോൺജുഗേറ്റ് എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ട്രാൻസ്പോസ് എടുത്ത് കോൺജുഗേറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കോൺജുഗേറ്റും എടുക്കണം, അതേപോലെ തന്നെ ട്രാൻസ്പോസും എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബ്രാ വെക്റ്റർ സൈ പ്ലസ് കൈ കാണാൻ വേണ്ടി നമുക്കിവിടെ ഓൾറെഡി കെറ്റ് വെക്റ്റർ സൈ പ്ലസ് കൈ നമുക്കറിയാം. ഓക്കെ, കെറ്റ് വെക്റ്റർ സൈ പ്ലസ് കൈ അറിയാം. അപ്പോൾ കെറ്റ് വെക്റ്റർ സൈ പ്ലസ് കൈ അറിയാമെങ്കിൽ ബ്രാ വെക്റ്റർ സൈ പ്ലസ് കൈ കാണാൻ വേണ്ടി നമ്മളിതിൽ ഐ വരുന്നതെല്ലാം അതിൻ്റെ കോൺജുഗേറ്റ് ആക്കുക, കെറ്റ് വെക്റ്ററുകളെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രാ വെക്റ്റേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് 3i മൈനസ് 1നെ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് 3i മൈനസ് 1 എന്ന് വരും. കെറ്റ് വെക്റ്റർ 5 എന്നുള്ളതിനെ നമ്മൾ ബ്രാ വെക്റ്റർ 5 എന്ന് എഴുതുന്നു. മൈനസ് 5i വിൽ ബിക്കം പ്ലസ് 5i. കെറ്റ് വെക്റ്റർ 5 എന്ന് പറയുന്നത് ബ്രാ വെക്റ്റർ 5 ആവും. സോ ഇതെന്താണ്? ദിസ് ഈസ് ബ്രാ വെക്റ്റർ സൈ പ്ലസ് കൈ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ ബ്രാ വെക്റ്റർ സൈ പ്ലസ് അതായത് ബ്രാ വെക്റ്റർ സൈ പ്ലസ് കൈ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക? ബ്രാ വെക്റ്റർ സൈ പ്ലസ് ബ്രാ വെക്റ്റർ കൈ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമുക്കിവിടെ ബ്രാ വെക്റ്റർ സൈ എന്താണ്? ബ്രാ വെക്റ്റർ സൈ എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ കെറ്റ് വെക്റ്റർ സൈ എന്താണെന്നുണ്ട്. കെറ്റ് വെക്റ്റർ സൈ തന്നിട്ടുണ്ടെങ്കിൽ ബ്രാ വെക്റ്റർ സൈ എങ്ങനെ കാണണം? 3iക്ക് പകരം മൈനസ് 3i. കെറ്റ് വെക്റ്റർ 5 പകരം ബ്രാ വെക്റ്റർ 5 മൈനസ് 7iക്ക് പകരം പ്ലസ് 7i. കെറ്റ് വെക്റ്റർ 5 പകരം ബ്രാ വെക്റ്റർ 5. ഇതാണ് ബ്രാ വെക്റ്റർ സൈ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബ്രാ വെക്റ്റർ കൈ എന്ന് പറയുന്നത്? ബ്രാ വെക്റ്റർ കൈ എന്ന് പറയുന്നത് അവിടെ മൈനസ് 5 ഉണ്ട്. അതപ്പോൾ അവിടെ ഐ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മളതിനെ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് സിംപ്ലി മൈനസ് 5 ഇറ്റ് സെൽഫ്. ഇത് മൈനസ് അതായത് നമ്മൾ കെറ്റ് വെക്റ്റർ സൈ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബ്രാ വെക്റ്റർ സൈ എഴുതാൻ എന്ത് ചെയ്യണം? ഇത് മൈനസ് തന്നെ. കെറ്റ് വെക്റ്റർ 5 എന്ത് വരും? ബ്രാ വെക്റ്റർ 5 പ്ലസ് 2i∅2 എന്നുള്ളത് മൈനസ് 2i ഇൻറ്റു ബ്രാ വെക്റ്റർ 5 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ദിസ് ബ്രാ വെക്റ്റർ സൈ പ്ലസ് കൈ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇതിനോട് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 5 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് മൈനസ് 3i മൈനസ് 1 ഇൻറ്റു ദിസ് ബ്രാ വെക്റ്റർ 5 പ്ലസ് 7i മൈനസ് 2i. ദാറ്റ് ഈസ് 5i ഇൻറ്റു ബ്രാ വെക്റ്റർ 5. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഈ ആൻസറും ഇവിടെ കിട്ടിയ ഈ ആൻസറും എന്താണ്? സെയിം ആണ്. അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് രീതിയിൽ ഈ പറഞ്ഞ ബ്രാ വെക്റ്റർ സൈ പ്ലസ് കൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. നോ നമ്മളിതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നു. ആ സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് കൈ ആണ് ആദ്യം നമ്മളോട് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് കൈ. ഓക്കെ, സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് കൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് കൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? ബ്രാ വെക്റ്റർ സൈ എന്താണെന്ന് അറിയണം.
അതേപോലെ കെറ്റ് വെക്റ്റർ കൈ എന്താണെന്ന് അറിയാം. ഓക്കെ, ബ്രാ വെക്റ്റർ സൈയും കെറ്റ് വെക്റ്റർ കൈയും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കെറ്റ് വെക്റ്റർ സൈയും കെറ്റ് വെക്റ്റർ കൈയുമാണ് അല്ലേ. അപ്പോൾ ഈ കെറ്റ് വെക്റ്റർ കൈ നമുക്ക് ഓൾറെഡി അറിയാം. അതെന്താണ്? നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നെ -φ1 + 2i φ2 ആണെന്ന് നമുക്കറിയാം. ഇനി കെറ്റ് വെക്റ്റർ സൈ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ബ്രാ വെക്റ്റർ സൈ കാണാൻ എന്ത് ചെയ്താൽ മതി? ദിസ് ഈസ് -3i ഇൻറ്റു ബ്രാ വെക്റ്റർ φ1 + 7i ഇൻറ്റു ബ്രാ വെക്റ്റർ φ2 എന്ന് വരും അല്ലേ. അപ്പോൾ ശരിക്കും സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ദിസ് സൈ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ദിസ് ഈസ് ഇതിൽ ഇത്രയും ഭാഗം ബ്രാ വെക്റ്ററാണ്. അത് നമുക്കിവിടെ അറിയാം. ഇറ്റ് ഈസ് -3i φ1 + 7i φ2. ഇത്രയും ഭാഗമാണ് നമ്മുടെ ബ്രാ വെക്റ്റർ സൈ എന്ന് പറയുന്നത്. ഇൻറ്റു കെറ്റ് വെക്റ്റർ കൈ, അതായത് ഈ പാർട്ട്. കെറ്റ് വെക്റ്റർ കൈ എന്ന് പറയുന്നത് എന്താണ്? സോറി, ദിസ് വൺ, അതായത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. ഇത് ബ്രാ വെക്റ്റർ കൈ അല്ല, ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ് കെറ്റ് വെക്റ്റർ കൈ ആണ്. ഓക്കെ, ദിസ് ഈസ് കെറ്റ് വെക്റ്റർ കൈ. അപ്പോൾ നമുക്ക് കെറ്റ് വെക്റ്റർ കൈ എന്ന് പറയുന്നത് എത്രയാണെന്നുണ്ട്? ദിസ് ഈസ് -φ1 + 2i φ2 എന്ന് കിട്ടും അല്ലേ. നോ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഇത് സം a + b ഇൻറ്റു സം c + d എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എന്ത് വരും? ഫസ്റ്റ് ടേം ഇത് ഇൻറ്റു ഈ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ -3i ഇൻറ്റു -1, ദാറ്റ് ഈസ് 3i ബ്രാ വെക്റ്റർ φ1 ഇൻറ്റു കെറ്റ് വെക്റ്റർ φ1. അപ്പോൾ അതിനെ നമ്മൾ ഒന്നിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? ബ്രാ വെക്റ്റർ φ1, ഇത് കെറ്റ് വെക്റ്റർ φ1. ഒരു വര വരച്ചാൽ മതി നടുക്ക്. ഓക്കെ, ദാറ്റ് ഈസ് 3i ഇൻറ്റു φ1 പ്ലസ് നെക്സ്റ്റ് ടൈം എക്സ്പാൻഡ് ചെയ്യുമ്പം ഈ ഫസ്റ്റ് ടൈം ഇൻറ്റു ഇതിൻ്റെ ലാസ്റ്റ് ടൈം. സോ -3i ഇൻറ്റു 2i, ദാറ്റ് ഈസ് -6i². i² -1, സോ ടോട്ടൽ ഇത് 6 വരും. 6 ഇൻറ്റു φ1 φ2. നൗ പ്ലസ് നെക്സ്റ്റ് ടേം വരുമ്പം ഈ ടേം വിത്ത് ദിസ് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് എന്ത് വരും? -7i φ2 φ1 എന്ന് വരും. ദെൻ ഈ ടേം വിത്ത് ലാസ്റ്റ് ടേം, സോ ദാറ്റ് ഈസ് 7i ഇൻറ്റു 2i, ദാറ്റ് ഈസ് +14i². i² -1, സോ ദാറ്റ് ഈസ് -14 φ2 വിത്ത് φ2 വരും. ഇനി ക്വസ്റ്റ്യനിൽ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. φ1 ആൻഡ് φ1 ആൻഡ് φ2 ആർ ഓർത്തോ നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ φ1ഉം φ2ഉം ഓർത്തോ നോർമൽ ആണെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അതിൻ്റെ മീനിങ് φ1 വിത്ത് φ1 എടുത്താൽ 1 കിട്ടും, φ2 വിത്ത് φ2 എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. അതേസമയം φ1 വിത്ത് φ2 അല്ലെങ്കിൽ φ2 വിത്ത് φ1 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 0 കിട്ടണം. ഇതാണ് നമ്മൾ ഓർത്തോ നോർമൽ ആണെന്ന് പറഞ്ഞ മീനിങ്. ദാറ്റ് ഈസ് ഓരോ വെക്ടറും നോർമലൈസ്ഡ് ആണ്, അതേപോലെ അതെന്തുമാണ്? ഓർത്തോഗണലുമാണ് എന്നുള്ളതാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ടേം ദിസ് φ1 വിത്ത് φ1 എന്ന് പറയുന്നത് എന്താവും? ഇത് 1 ആവും. φ1 വിത്ത് φ2 എന്ന് പറയുന്നത് എന്താവും? 0 ആവും. ഇവിടെ φ2 വിത്ത് φ1 എന്താവും? 0 ആവും. φ2 വിത്ത് φ2 എന്താവും? 1 ആവും. ദാറ്റ് ഈസ് ദിസ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് കൈ എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് 3i - 14 ആണ് എന്ന് കിട്ടും. 3i - 14. ഓക്കെ, 3i - 14 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇപ്പം നമ്മൾ കണ്ടത് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് കൈ ആണ്. ഇതേപോലെ അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് കൈ വിത്ത് സൈ ആണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്? ഒന്ന്, ബ്രാ വെക്റ്റർ കൈ എത്രയാണെന്ന് എഴുതുക. അതേപോലെ കെറ്റ് വെക്റ്റർ സൈ എത്രയാണെന്ന് എഴുതുക. ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ ദിസ് ബ്രാ വെക്റ്റർ കൈ ഇൻറ്റു ദിസ് കെറ്റ് വെക്റ്റർ സൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റ് എത്രയാണെന്ന് കിട്ടും. അത് ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഇവിടെ ഈ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് കൈ അറിയാം. അങ്ങനെയാണെങ്കിൽ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് കൈ വിത്ത് സൈ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്താൽ മതി. ദാറ്റ് ഈസ് ഇതിൻ്റെ ആൻസർ കിട്ടുക -3i - 14 ആയിരിക്കും. ഈ ഒരെണ്ണം അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഇറ്റ് വിൽ ബി -3i - 14. യു ക്യാൻ റിപ്പീറ്റ് ദ സെയിം സ്റ്റെപ്സ്. ഇവിടെ നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക്
ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യാം. ഞാനത് നിങ്ങൾക്ക് വേണ്ടി വെക്കുന്നു, നിങ്ങളത് ഒന്നുകൂടെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ഫെമിലിയർ ആവും. ഒരു 2-3 തവണ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഈ പറഞ്ഞ പ്രോബ്ലംസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് പ്രകാരം ഒന്ന് ചെയ്ത് നോക്കുക. കിട്ടുക നമുക്കെപ്പോഴും സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് കൈ അറിയാമെങ്കിൽ, കാരണം നമ്മളിതിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സം സൈ വിത്ത് ഫൈ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈയോട് ഈക്വൽ അല്ല, മറിച്ച് അതിൻ്റെ കോൺജുഗേറ്റിനോട് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് സ്കെയിലാർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഇവിടെ 3i - 14 ആണെങ്കിൽ ആ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും. ദാറ്റ് ഇറ്റ് വിൽ ബി -3i - 14 ആയിരിക്കും. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആർ ദേ ഈക്വൽ? അങ്ങനെ എന്തല്ല, ദേ ആർ നോട്ട് ഈക്വൽ. ദാറ്റ് ഈസ് ദി സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് കൈ ആൻഡ് ദി സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് കൈ വിത്ത് സൈ ആർ നോട്ട് ഈക്വൽ. പിന്നെ എന്താണ്? ദേ ആർ കോംപ്ലക്സ് കോൺജുഗേറ്റ്. They are complex conjugate of each other. They are complex conjugate of each other. ഒന്നിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് മറ്റത്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സി പാർട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കെറ്റ് വെക്ടർ സൈയും കെറ്റ് വെക്ടർ കൈയും ഷ്വാർസ് ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് എന്താണ് ഈ പറഞ്ഞ ഷ്വാർസ് ഇനീക്വാലിറ്റി? വാട്ട് ഈസ് ദിസ് ഷ്വാർസ് ഇനീക്വാലിറ്റി? ഷ്വാർസ് ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ദിസ് സൈ വിത്ത് കൈയുടെ മോഡ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് സൈ ഇൻറ്റു സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് കൈ വിത്ത് കൈ ആണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത്, നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഈ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് കൈ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എത്രയായിരുന്നു? നമുക്ക് കിട്ടിയത് 3i - 14 എന്നുള്ളതാണ്. 3i - 14. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മോഡുലസ് ഓഫ് ദിസ് സൈ വിത്ത് കൈ? ഇതിൻ്റെ മോഡുലസ്. സോ 3i - 14ൻ്റെ മോഡുലസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്ക്വയർ റൂട്ട് ഓഫ് ദിസ്, അതായത് 3i - 14 എന്ന് പറഞ്ഞത് എന്താ ശരിക്കും? ദിസ് ഇസ് -14 + 3i ആണ്. അതായത് നമ്മൾ a+ib എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രകാരം -14 + 3i ആണ്. നമുക്കറിയാം x+iy എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് ദിസ് സം z ഈസ് ഈക്വൽ ടു x+iy ആണെങ്കിൽ വാട്ട് ഈസ് മോഡ് z? മോഡ് z എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് x² + y² ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ മോഡുലസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് -14ൻ്റെ സ്ക്വയർ പ്ലസ് ദിസ് 3² ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് വിൽ ബി സം സ്ക്വയർ റൂട്ട് ഓഫ് 205 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദിസ് മോഡുലസ് ഓഫ് ദിസ് സൈ വിത്ത് കൈയുടെ സ്ക്വയർ? ഇറ്റ് വിൽ ബി 205. ഇത് നമുക്ക് 205 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ് നമ്മൾ കണ്ടുപിടിച്ചു. നൗ റൈറ്റ് ഹാൻഡ് സൈഡ്, വാട്ട് ഈസ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് സൈ? സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് സൈ അറിയണമെങ്കിൽ നമുക്ക് കെറ്റ് വെക്ടർ സൈ അറിയാം, ബ്രാ വെക്ടർ സൈ നമ്മൾ മുമ്പേ ഒരു പ്രോബ്ലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദിസ് ബ്രാ വെക്ടർ സൈ? കെറ്റ് വെക്ടർ സൈ കൊണ്ട് സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുക. ദാറ്റ് ഈസ് ബ്രാ വെക്ടർ സൈ ഈസ് -3i phi1 + 7i phi2. Sorry. That is -3i phi1 plus 7i into bra vector phi2 into ket vector psi is 3i ket phi1 minus 7i ket phi2 എന്ന് വരും. നൗ ഇത് നമുക്കറിയാം, മുമ്പേ നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. 4 ടേമുകൾ വരും. phi1 വിത്ത് phi2 വരുന്ന ടേമൊക്കെ എന്തായി പോവും? 0 ആയി പോവും. phi1 വരുന്ന ടേമും phi2 phi2 വരുന്ന ടേമും മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ടേംസും, കാരണം phi1 phi2 ഓർത്തോനോർമൽ ആയതുകൊണ്ട് phi1 വിത്ത് phi2 ഓർ phi2 വിത്ത് phi1 വരുന്നതെല്ലാം എന്തായി പോവും? 0 ആയി പോവും. സോ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ടേം ഏതായിരിക്കും? ഒന്ന്, ഈ ടേമിനെ നമ്മൾ ആദ്യത്തെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേം. അപ്പോൾ -3i × 3i എത്ര വരും? -9i², ദാറ്റ് ഈസ് +9 പ്ലസ് പിന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ 7i phi2നെ 7i phi2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് 49i² എന്ന് വരും. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ആണല്ലോ. സോ -49i², i² -1, സോ ദാറ്റ് ഈസ് ദിസ് ഈസ് 49. സോ ദിസ് വിൽ ബി 58 എന്ന് കിട്ടും. ഇതേപോലെ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് കൈ വിത്ത് കൈ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് മൈനസ് ഓഫ് ബ്രാ വെക്ടർ phi1 -2i into
bra vector phi 2 into this minus ket vector phi 1 plus 2i into ket vector phi 2 എന്ന് വരും. ആൻഡ് ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഫൈ 1 ഇൻറ്റു മൈനസ് ഫൈ 1 ദാറ്റ് ഈസ് 1 വരും. മൈനസ് 2i phi 2 ഇൻറ്റു ദിസ് 2i phi 2 എന്ന് പറയുന്നത് മൈനസ് 4i സ്ക്വയർ ദാറ്റ് ഈസ് പ്ലസ് 4. ദിസ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം, ഈ പറഞ്ഞ 58 ഇൻറ്റു 5 എത്ര വരും? വാട്ട് ഈസ് ദിസ് 58 ഇൻറ്റു 5? 58 ഇൻറ്റു 5 എന്ന് പറയുന്നത് നമുക്ക് 290 എന്ന് കിട്ടും. ഓക്കെ, 290. ആൻഡ് നമുക്കറിയാം ദിസ് 205 എന്ന് പറയുന്നത് ലെസ് ദാൻ 290 ആണ്. സോ ദിസ് സാറ്റിസ്ഫൈസ് ഷ്വാർസ് ഇനീക്വാലിറ്റി. ഇത് ഷ്വാർസ് ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അതായത് നമുക്കിവിടെ എന്ത് കിട്ടും? ദിസ് 205 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ദിസ് 58 ഇൻറ്റു 5 ആണ് എന്ന് കിട്ടും. നൗ ക്വസ്റ്റ്യൻ ഡി എന്ന് പറയുന്നത് ഇത് ട്രയാങ്കുലാർ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ എന്നുള്ളതാണ്. എന്തായിരുന്നു ട്രയാങ്കുലാർ ഇനീക്വാലിറ്റി? ട്രയാങ്കുലാർ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് സൈ പ്ലസ് കൈ വിത്ത് psi plus chi. Scalar product of psi plus chi with psi plus chi is less than or equal to this square root of psi with scalar product of psi with psi plus square root of scalar product of chi with chi. ഇതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഈ psi plus chiയും what is this bra vector psi plus chi and ket vector psi plus chi. ഓക്കെ, ഇത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. What is this bra vector psi plus chi? Sorry, bra vector psi plus chi എന്ന് പറയും. bra vector psi plus chi. Okay, this is ഇതെന്താണ്? ഇത് -1 minus 3i into bra vector phi 1 plus 5i into bra vector phi 2 ആണ്. ഇതേപോലെ what is this ket vector psi plus chi? ket vector psi plus chi എന്ന് പറയുന്നത് it is -1 plus 3i into ket vector phi 1 minus 5i into ket vector phi 2 എന്ന് വരും. അപ്പോൾ നമ്മൾ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദിസ് ഈസ് ദിസ് psi plus chi into this psi plus chi is equal to -1 minus 3i into this phi 1 plus 5i into phi 2. Okay, this multiplied with -1 plus 3i into this phi 1 minus 5i into phi 2 എന്ന് വരും. അപ്പോൾ നമുക്ക് phi 1 വിത്ത് phi 1ഉം phi 2 വിത്ത് phi 2 എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ബാക്കി ടേം 0 ആയി പോകും നമുക്കറിയാം. സോ ദിസ് ഈസ് -1 minus 3i into -1 plus 3i, അത് നമുക്ക് 10 എന്ന് കിട്ടും. ദെൻ ദിസ് 5i into -5i എന്ന് പറയുന്നത് +25 എന്ന് കിട്ടും. ആൻഡ് ദിസ് വിൽ ബി 35 എന്ന് കിട്ടും. അതേസമയം നമുക്ക് വാട്ട് ഈസ് ദിസ് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് സൈ. സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് സൈ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വാട്ട് വി ആർ ഗെറ്റിംഗ് വിൽ ബി, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതാണ്. സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് സൈ നമുക്ക് ഓൾറെഡി 58 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് കൈ വിത്ത് കൈ എന്ന് പറയുന്നത് നമുക്ക് മുൻപത്തെ ക്വസ്റ്റ്യനിൽ 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ റൂട്ട് ഓഫ് 35 എന്ന് പറയുന്നത് ലെസ് ദാൻ സ്ക്വയർ റൂട്ട് ഓഫ് 58 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 5 ആണ്. ഇത് വാലിഡ് ആണ്. നമുക്കിത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് 35 എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ സ്ക്വയർ റൂട്ട് ഓഫ് 58 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 5 ആയിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, കാരണം സ്ക്വയർ റൂട്ട് ഓഫ് 58 എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ സ്ക്വയർ റൂട്ട് ഓഫ് 35 ആയിരിക്കുമല്ലോ. സോ ഇത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ദിസ് സാറ്റിസ്ഫൈസ് ദിസ് ട്രയാങ്കുലാർ ഇനീക്വാലിറ്റി. ഇത് ട്രയാങ്കുലാർ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. നൗ നമ്മൾ ഒരു എക്സാമ്പിൾ 2 ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ ഇതിനകത്ത് ചെയ്യാണ്. ദാറ്റ് ഈസ് കൺസിഡർ ടു സ്റ്റേറ്റ്സ് psi 1 and psi 2 such that this psi 1 is equal to 2i phi 1 plus phi 2 2i phi 1 plus phi 2 minus some a into phi 3 plus some 4 into phi 4. അപ്പോൾ ഇവിടെ phi 1 phi 2 phi 3 phi 4 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ബേസ് വെക്റ്റേഴ്സ്. ആൻഡ് this psi 2 is equal to 3 phi 1 minus I phi 2 plus 5 phi 3 minus phi 4.
അതേപോലെ തന്നിട്ടുണ്ട് 5.1 5.2 5.3 5.4 are orthonormal kets. Find this small letter a, ഇവിടെ തന്നിരിക്കുന്ന ഈ a, so that this psi1 and psi2 are orthogonal. psi1ഉം psi2ഉം ഓർത്തോഗണൽ ആണെങ്കിൽ ഈ എയുടെ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇഫ് ദിസ് psi1 ആൻഡ് psi2 ആർ ഓർത്തോഗണൽ, psi1ഉം psi2ഉം ഓർത്തോഗണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് psi1 വിത്ത് psi2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. കാരണം ഓർത്തോഗണൽ ആണെങ്കിൽ സ്കെയിലാർ പ്രോഡക്റ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് കെറ്റ് വെക്റ്റർ psi1, അപ്പോൾ നമുക്ക് വേണ്ടത് ബ്രാ വെക്റ്റർ psi1 ഇൻറ്റു കെറ്റ് വെക്റ്റർ psi2 ആണ്. കെറ്റ് വെക്റ്റർ psi2 നമുക്കിവിടെ ഉണ്ട്. എന്താണ് ബ്രാ വെക്റ്റർ psi1? കെറ്റ് വെക്റ്റർ psi1ൽ നമുക്ക് ബ്രാ വെക്റ്റർ psi1 ഇത് 2i ബിക്കം -2i ഇൻറ്റു കെറ്റ് വെക്റ്റർ phi1 ബ്രാ വെക്റ്റർ phi1 പ്ലസ് നെക്സ്റ്റ് ടേം വിൽ ബിക്കം ബ്രാ വെക്റ്റർ phi2, then next term will become minus a into bra vector phi3, അടുത്ത ടേം വിൽ ബിക്കം പ്ലസ് 4 ഇൻറ്റു ബ്രാ വെക്റ്റർ phi4. ഇതാവും അല്ലേ? ഇനി വാട്ട് ഈസ് ദിസ് കെറ്റ് വെക്റ്റർ psi2? കെറ്റ് വെക്റ്റർ psi2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. 3 phi1 മൈനസ് i phi2 പ്ലസ് 5 phi3 മൈനസ് phi4 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിനെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് psi1 വിത്ത് psi2 എന്ന് പറയുന്നത് ദിസ് വിൽ ബി -2i ഇൻറ്റു ബ്രാ വെക്റ്റർ phi1 പ്ലസ് ദിസ് ഇസ് ബ്രാ വെക്റ്റർ phi2 മൈനസ് a ഇൻറ്റു this is minus a into bra vector phi3 plus 4 into bra vector phi4 into this is 3 phi1 minus I phi2 plus 5 phi3 minus phi4 എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ നമ്മളോട് 5.1 5.2 5.3 5.4 ഓർത്തോനോർമൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 5.1 വിത്ത് 5.1 1 ആയിരിക്കും, 5.2 വിത്ത് 5.2 1 ആയിരിക്കും, 5.3 വിത്ത് 5.3 1 ആണ്, 5.4 വിത്ത് 5.4 1 ആണ്, ബാക്കിയൊക്കെ എന്താണ്? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇൻറ്റു ഇതെടുക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം വിൽ ബി -6i ആൻഡ് ദിസ് 5.1 വിത്ത് 5.1 എത്രയായി പോവും? 1 ആയി പോവും. അതുപോലെ തന്നെ അടുത്തെടുക്കുമ്പോൾ 5.2 വരുന്ന ടേമിനെ 5.2 കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി, മറ്റേതൊക്കെ 0 ആയിരിക്കും. അപ്പം ദിസ് വിൽ ബി -i എന്ന് വരും. ദെൻ ഇതിനെ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി -5a എന്ന് വരും. നൗ ദിസ് ടേം വിത്ത് ദിസ് ടേം മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ +4 എന്ന് വരും. അപ്പോൾ ഈ psi1 വിത്ത് psi2 എന്ന് പറയുന്നത് ഓർത്തോഗണൽ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ 0യോട് ഇക്വേറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7i or this -6i minus i എന്നാണ് ഇവിടെ ഉള്ളത്. സോ -6i minus i എന്ന് പറയുമ്പോൾ ദിസ് ഇസ് -7i -5a പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 ആണ്. ഓർ ദിസ് 5a എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 7i മൈനസ് 4 ആണെന്ന് കിട്ടും. ഓർ ദിസ് a ഇസ് ഈക്വൽ ടു okay -6i minus i, that is -7i minus 5a plus 4 is equal to 0, or this 5a is equal to -7i plus 4 എന്നാണ് കിട്ടുക. and this a is equal to -7i plus 4 divided by 5. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഞാൻ ഈ ചെയ്ത വാല്യൂ കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യം ഒന്ന് വെരിഫൈ ചെയ്തേക്കുക. കാരണം ഇവിടെ മറ്റ് മിസ്റ്റേക്കുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. -2i into 3, this is -6i and this one is -i, this is -5a and
Finally, this term is minus 4. This is not plus 4. This is minus 4. This is minus 4. This term will become minus 4. This is also minus 4. And this will be minus 4. So that is minus 7i minus 4 divided by 5. Okay. So ഇത് നമ്മൾ ഈ പറഞ്ഞ കെട്ട് വെക്ടേഴ്സ്, ബ്രാ വെക്ടേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. ആൻഡ് ഗോ ത്രൂ ദീസ് എക്സാമ്പിൾസ് ആൻഡ് ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് വി വിൽ സ്റ്റാർട്ട് ദ ടോപ്പിക് ഓപ്പറേറ്റേഴ്സിലേക്കാണ് അടുത്ത ക്ലാസ് മുതൽ പോകുന്നത്. ഓക്കെ, സോ താങ്ക് യു.